നാളിലേക്ക് ഈ സൂര്യാരാധനയിലേക്ക് നമ്മൾ മുഖ്യതിഥിയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള താനം വികാരിയുമായിരിക്കും ബഹുമാനമുള്ള ദാസോപചനും വിശുദ്ധാരാധനയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായ നമ്മളോട് ചെറിയ സഹോദര ശുശ്രൂഷകരായിരിക്കുന്ന ബഹുമാനമുള്ള നമ്മുടെ ആരാധന പങ്കെടുക്കുന്ന ഇവരെയും ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധാരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമുക്ക് എല്ലാവരെയും വിശുദ്ധാരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരാധിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിന്റെ സകലതയും സകലാഗ്രഹങ്ങളായപ്പെട്ടവയും ഞങ്ങളെ പൂർണ്ണമായി സ്നേഹിപ്പാനും യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവോട് വെളിപ്പാക്കേണമേ. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരരക്തങ്ങളിലേക്കുള്ള വാങ്ങുവാനും ചേർന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ബുദ്ധിമാനുമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നു. ദൈവകൃപ അന്വേഷിക്കാം. സ്ഥാപനത്തിനായി ആചരിക്കുന്ന ഈ സന്ധ്യ ആരാധനയിൽ പഴയ നിയമവൈദ ഭാഗം ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 10-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ ശ്രദ്ധിക്കുകയും 1 ദിനവൃത്താന്തം
29-ാം അധ്യായം 10-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ. പിന്നെ ദാവീദ് സർവ്വസഭയും മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യവും ബഹുമാനവും നീയിൽ നിന്ന് വരുന്നു. നീ സർവ്വവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ എന്റെ ജനവും എന്നുള്ളൂ. സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശ്വനാമത്തിനായി നിനക്ക് ഒരു ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കുള്ളത്, കയ്യിൽ നിന്നുള്ളത് സകലവും നിനക്കുള്ളതാകുന്നു. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത പരമാർത്ഥയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുപിടിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവങ്ങളും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരിക്കണമേ. എന്റെ മകനായ സലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചു. പ്രത്യേക സങ്കേതത്തിൽ വാക്യപ്രതിവാക്യമായി മാറ്റി സങ്കേതം ആഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അകൃത്യങ്ങൾ വിഹാരപ്പെടുത്തും. ഭൂമിയുടെ എല്ലാ അർത്ഥങ്ങൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാ ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നിന്നിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു.
പാടുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ അങ്ങനെയുള്ള പുതിയ ദിനങ്ങൾ ദൈവദിന ശുശ്രൂഷയ്ക്കായി ഈ പെരുന്നാളിന്റെ സന്ധ്യാരാധനയ്ക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പുതിയ നിയമലേഖന ഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ 6 മുതൽ 12 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേട്ട് 1 തിമോഥെയോസ് 6-ാം അധ്യായം 6 മുതൽ 12 വരെ. ഫലഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആധാരം ആവുന്നതാണ്. ഇഹലോകത്തേക്ക് നാം ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല. ഉണ്ണാൻ കൊടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. കെണിയന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഭാവനാശത്തിൽ നിന്നുപോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങളും ഇടയെത്തുകയും ചെയ്യുന്നു. ദുർവ്യാഖ്യാനം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവരുന്നു ബഹുദുഃഖങ്ങളുടെ അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യരുള്ളവരെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പ്രവർത്തിക്കുക, നിത്യജീവനെ പിടിച്ചുകൊടുക്കുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഇങ്ങനെയോടെ ലേഖന ഭാഗം വായിച്ച് അവസാനിക്കുന്നു. സുവിശേഷം എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം. യേശു തലപൊക്കി ധനവാന്മാർ മഹാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ വിധവ 2 കാശ് കണ്ടിട്ട് യേശു, ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. ദാവങ്ങൾ വായിച്ചേട്ട ക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ ഈ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളൂ. ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി നമ്മോടൊപ്പമായിരിക്കുന്നത് താനും സെന്റ് ജെയിംസ് ഇടവക വികാരിയായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ മഹായിടവകയിലെ സീനിയർ പ്രതികളായ ദാസോറച്ചനാവുമല്ലോ. അച്ഛനെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ പെരുന്നാളിൽ നമ്മോടൊപ്പമായിരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി അച്ഛനെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത പാട്ട് പാടിയതിനു ശേഷം ബഹുമാനമുള്ള അച്ഛൻ ദൈവവാക്യത്തിൽ നമ്മോട് സംസാരിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 371 കീർത്തനം ചേർന്നതാണ്. ജ്ഞാനകീർത്തനങ്ങളിൽ 371 കീർത്തനം പാടിയ ശേഷം ബഹുമാനമുള്ള അച്ഛൻ ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. Shama
നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. പിറവം ഇടപ്പള്ളിച്ചിറ സെന്റ് ആൻഡ്രൂസ് CSI ഇടവകയുടെ ഈ വർഷത്തെ ആദ്യമല പെരുന്നാളിനോടനുബന്ധിച്ച് ഉള്ള ദിവ്യമായ റാസയിലും ശുശ്രൂഷയിലും പങ്കുചേരുവാൻ ഇന്ന് ഈ അവസരം ലഭിച്ചതിനായിട്ട് ദൈവത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. ഇതിനായിട്ട് എന്നെ ക്ഷണിക്കുകയും അതിനുവേണ്ട ക്രമീകരണം ചെയ്ത പ്രിയപ്പെട്ട അനീഷ് അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകിച്ച് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വമുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ജോഷി സാറിൻ്റെയും ഈജോ സാറിൻ്റെയും സാന്നിധ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരോടൊപ്പം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പിറവം ഇടവകയെ സംബന്ധിച്ചിടത്തോളം അധികാരമായ പ്രത്യേകിച്ച് ഏറ്റുമാനൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. ഞാൻ 2005 ഇവിടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്ന കാലയളവിലാണ് വന്നത്. അന്ന് എവിടെയോ ഞാൻ ഒരു തെങ്ങുന്നയിൽ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ ഈ ഇടവകയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളാൽ സജീവമായ ഒരു സഭയാണ് പിറവം സഭ. ഞാനിവിടുത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ റീൽസ് കാണാറുണ്ട്. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനം ഓണാഘോഷ പരിപാടികളൊക്കെ സ്വതന്ത്രം ശ്രദ്ധയോട് വീക്ഷിച്ചു. സഭാജനങ്ങളുടെ മുഴുവനായിട്ടുള്ള മുഴുവനും സന്തോഷകരമായ കൂട്ടായ്മകളുമൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. തീർച്ചയായിട്ടും ഈ പെരുന്നാളിൻ്റെ എല്ലാവിധമായ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ആശംസകൾ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം 5-ാം വാക്യം. പിന്നെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരിയായ അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു പരദേശിയായി മാറുന്നു. അവിടെ വലുപ്പവും പെരുപ്പവുമുള്ള ജനമായിരുന്നു. പെരുന്നാളുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ആളുകൾ കൂടി വരുന്ന ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെങ്കിൽ പെരുന്നാളുകളെല്ലാം അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഗതകാല സ്മരണകൾ പുതുക്കുന്ന ഒരവസരമാണ്. പഴയ നിയമത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ 430 വർഷക്കാലം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ വിമോചനവും അതിനുശേഷം ദൈവിക നടത്തിപ്പുകളും നൽകിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കുന്ന ദിനങ്ങളായിട്ടാണ് ആദ്യമല പെരുന്നാളിനെ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമല പെരുന്നാൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവിക നടത്തിപ്പിന്റെ ദൈവം കരുതിയ വിധങ്ങളെ ഓർത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിന്റെ നടത്തിപ്പുകൾ അനുഭവിച്ച അതിന്റെ നന്മകൾ അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം സ്തോത്രം ചെയ്യുന്ന അവസരമാണ് ഈ പെരുന്നാളിന്റെ ദിനങ്ങൾ. അതുകൊണ്ട് 365 ദിവസക്കാലം കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നടത്തി ഒരു വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങൾ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ഈ ദിവസങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആവർത്തന പുസ്തകം 20 വർഷക്കാലം വാർത്ത ഒരാളായിരുന്നു യാക്കോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണ അരാമ്യൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് യാക്കോബിനെയാണ് കാണുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പ്രാർത്ഥനകളിൽ 3 പേരെ അവൻ ഓർക്കാറുണ്ട്. ഒന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും
യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അബ്രഹാമിനെ മറക്കാൻ കഴിയത്തില്ല, ഇസഹാക്കിനെ മറക്കാൻ കഴിയത്തില്ല, യാക്കോബിനെ മറക്കാൻ കഴിയത്തില്ല. ഇവർ മൂന്നും അവരുടെ പ്രാർത്ഥനകളിൽ നിഴലിച്ചവരായിരുന്നു. എന്നാൽ ആരാമ്യൻ എന്ന പദം ഏരാമ്യനെന്ന് അവർ വിളിച്ചിരുന്നത് യാക്കോബിനെയായിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ മൂന്ന് പേരുടെയും ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലിന്റെ ഓർമ്മപ്പെടുത്തലുമായി അവർ ഒരുപെട്ട ആദ്യഫലത്തിന്റെ കാഴ്ചകളുമായി ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയുകയാണ്, എന്റെ പിതാവ് ദേശാന്തരിയായ ആരാമ്യനായിരുന്നു. അത് പറയുമ്പോൾ ഈ മൂന്ന് പേരുടെയും ജീവിതാനുഭവങ്ങൾ ദൈവം ഇടപെട്ടതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അതിൽ കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അബ്രഹാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിന് ഭൂമിയില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിങ്ങൾ പോകണം. കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ ശൂന്യതയുടെ അനുഭവമാണ്. അവിടെ ഭൂമിയില്ലാതെ നിൽക്കുന്ന ഒരു അബ്രഹാമിനെയാണ് കാണുന്നത്. ഭൂമിയില്ല എന്ന് പറയുന്നത് അഡ്രസ് ഇല്ല എന്നുള്ളതാണ്. ഭൂമിയില്ല എന്ന് പറയുന്നത് അസ്തിത്വമില്ലാത്തവരാണ്. ഭൂമിയില്ല എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവൻ ഭൂമിയില്ലായിരുന്നു, അവൻ അവഗണിക്കപ്പെട്ടവനായിരുന്നു, അവൻ വ്യക്തിത്വമില്ലാത്തവനായിരുന്നു, അവൻ ദരിദ്രനായിരുന്നു. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ 2020 വർഷങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാർ ഇവിടെ വരുമ്പോഴും ഒരുപക്ഷെ അത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു. ഭൂമിയില്ലാത്തവരും അവഗണിക്കപ്പെട്ടവരും മാറ്റി നിർത്തിയവരും സ്നേഹത്തിന്റെ അനുഭവങ്ങളൊന്നും ചേർത്ത് നിർത്താത്ത ഒരു സമൂഹത്തിന്റെ പുതിയ ഉണർവായിട്ടാണ് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ സുവിശേഷമെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിഷണറി പ്രവർത്തനത്തിലൂടെ അത്തരത്തിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ നോട്ടൺ എന്ന് പറയുന്ന സാഹിബ് ഒരു വർഷക്കാലം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുമ്പോൾ, ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വർഷക്കാലം പായ്ക്കപ്പലിലൂടെ യാത്ര ചെയ്തപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞ് ആ കപ്പലിൽ വെച്ച്, കപ്പലെന്ന് പറയാൻ ഒന്നുമില്ല, ഒരു വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ ആ ബോട്ടിൽ വെച്ച് കുഞ്ഞ് മരിച്ചു പോയപ്പോൾ കടലിൽ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അവരുടെ സ്നേഹം കൊടുക്കണം, അവരെ മനുഷ്യനാക്കണം, അവരെ നന്മയിലേക്ക് നയിക്കപ്പെടണം എന്നുള്ള വലിയ ചിന്തയോടുകൂടി നോർട്ടൺ സാഹിബ് 1816 വന്നു. അതിന്റെ സന്താനങ്ങളാണ് നമ്മൾ. ഈ കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് മധ്യകേരള മഹാനഗരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സന്താനങ്ങളാണ് നമ്മൾ. ഈ നന്മകൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഭൂമിയില്ലാത്തവർക്ക്, അഡ്രസ് ഇല്ലാത്തവർക്ക്, മാറ്റി നിർത്തിയവർക്ക് ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ അവഗണിക്കപ്പെട്ടവരെ വിശുദ്ധരാക്കുന്ന ദൈവികതയുടെ പൂർണ്ണതയായിരുന്നു സുവിശേഷത്തിന്റെ അനുഭവങ്ങളിലൂടെ കാണപ്പെടുന്നത്. ക്രിസ്തോസ്റ്റത്തിന് വേണ്ടി പറയാറുണ്ട്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ദൈവത്തിന് ഒരുപക്ഷെങ്കിൽ അത് ക്രിസ്തുവിന് മാത്രമേ ആ സ്നേഹം കാണിക്കാൻ ഒക്കുള്ളൂ. ലോകത്തിന്റെ ചരിത്രത്തിൽ സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു എവിടെല്ലാം അവഗണിക്കപ്പെട്ടവരുണ്ടോ അവിടെല്ലാം വിലയുള്ളതാക്കി തീർക്കുന്ന ശുശ്രൂഷ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ടാണ് കുഷ്ഠരോഗത്തെ തൊട്ട് സൗഖ്യമാക്കിയത് യേശു. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്. കുഷ്ഠത്തെ തൊട്ട് സൗഖ്യമാക്കിയെന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തോസ്റ്റർ തിരുമേനി പറഞ്ഞത്, എനിക്കങ്ങനെ ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുവാൻ ദൈവം അവസരം നൽകുകയാണെങ്കിൽ ഞാൻ 10 മീറ്ററിന് വീട് മാറി നിന്നിട്ട് ആ രോഗി സൗഖ്യമാക്കാൻ പറയത്തുള്ളൂ. കാരണം എനിക്കൊരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കാനുള്ള ഒരു മാനസികമായ അനുഭവങ്ങൾ എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തൊലിക്കപ്പുറമായ ഒരു ദൈവികതയുടെ അനുഭവത്തെ കുറിച്ച് തിരിച്ചറിവ് ക്രിസ്തുവിനുണ്ടായിരുന്നു. തൊലിക്കപ്പുറമായ ഒരു ജീവന്റെ സന്ദേശത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വികലമാക്കപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ,
പ്രിയപ്പെട്ടവരെ, മാറ്റി നിർത്തിയവരെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ച് അവരെ അഡ്രസ് ഉള്ളതാക്കിയത്, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ അഡ്രസ് ഇല്ലാത്തവരെ അഡ്രസ് ഉള്ളതാക്കി തീർക്കുന്ന ഒരു ദൈവകൃപയുടെ സ്നേഹമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് വായിച്ച ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിടെ ദാവീദ് പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ദൈവമേ, ഞങ്ങൾ പാർത്തത് പരദേശികളാണ് പാർത്തത്. ഞങ്ങൾ ഇവിടെ പാർത്തത് ഒരുപക്ഷെ പരദേശിയായി പാർക്കുന്നു. ഞങ്ങളുടെ സ്ഥലം ഇവിടെ സ്ഥിരതയല്ല, നിഴൽ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ജീവിതം അങ്ങനെയായിരുന്നു. സ്ഥിരതയില്ലാത്ത ജീവിതങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. അതിന്റെ മധ്യത്തിലാണ് ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, നീ പരദേശിയായി പാർക്കുന്ന ഇടം ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ പരദേശിയായി പാർക്കുന്ന ഇടത്ത് ദൈവം എനിക്ക് ഒരുക്കിയ നന്മകളുണ്ട്. അതിന് നന്ദി പറയുന്ന അവസരമാണ് ആദ്യവല പെരുന്നാൾ. കഴിഞ്ഞ നാളുകളിൽ ഭൂമിയില്ലാതിരുന്നപ്പോഴും, വീടില്ലാതിരുന്നപ്പോഴും, ജീവിതത്തിൽ വിദ്യാഭ്യാസമില്ലാതിരുന്നപ്പോഴും, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയാത്തപ്പോഴും എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ഭൂമി നൽകി, ജീവിതം നൽകി, അഡ്രസ് നൽകി, നന്മകൾ നൽകി. 430 വർഷക്കാലം ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിൽ നിന്ന് വിടിവെച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പരദേശിയായി പാർക്കുന്ന പാർപ്പിടങ്ങളിൽ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആദ്യവല പെരുന്നാൾ. അങ്ങനെയെങ്കിൽ 1888 ആരംഭിച്ച പിറവം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ഒരു തലമുറയിൽ മറ്റൊരു തലമുറ മാറിയിട്ട് ദൈവസന്നിധി വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തിയ ദൈവമാണ്. ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നപ്പോൾ ഇത് ഞങ്ങൾക്കെല്ലാം നൽകി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. 2, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലായിരുന്നു. മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 35-33 അധ്യായം 5-ാം വാക്യത്തില് ഏശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു അവസരമുണ്ട്. അവർ പിരിഞ്ഞതിന് ശേഷം കണ്ടുമുട്ടുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, ഈ വരുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ദൈവം എനിക്ക് ദാനമായി നൽകിയ മക്കളാണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മക്കളില്ലാതിരുന്നപ്പോൾ മക്കളെ നൽകിയ ദൈവമുണ്ട്. നമുക്ക് മക്കളുടെ വില എന്ന് അറിയുമോ എനിക്കറിയത്തില്ല. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. 56 ലക്ഷം രൂപ ഞാൻ മുടക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി. പക്ഷെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ദൈവം ദാനമായി നൽകിയ മക്കളുടെ വില നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കറിയാം. 56 ലക്ഷം രൂപ മുടക്കിയിട്ടും വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത ഒന്ന് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതാണ്, നിങ്ങളെ കരുതിയതാണ്, നിങ്ങളെ സ്നേഹിച്ചതാണ്. അതുകൊണ്ട് തീർത്തും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, മക്കളില്ലാത്ത അബ്രഹാമിന്റെ ജീവിതത്തിൽ 100 വയസ്സായപ്പോൾ സാധ്യതകൾ മങ്ങിയപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി തന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ഇടപെടലുകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം മക്കളെ നൽകുമ്പോൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട ദിനമാണ് ഈ ആദ്യവല പെരുന്നാൾ. നമ്മൾ സാധാരണ ഈ മാമോദീസ എന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ മധുവയക്കുള്ളിൽ മുൻപിൽ വെക്കാറുണ്ട്. എന്തിനാ അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ഈ മാമോദീസ സമയത്ത് സാധാരണ ഭക്ഷണത്തിന്റെ അവസരമുണ്ടാകുന്നു. നമ്മളിവിടെ കാണാറില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് മധുവായിട്ട് വെക്കും, ആ ഓട്ടർ ടേബിൾ കൊണ്ടുവെക്കും. എന്നിട്ട് സ്വന്തം മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും കയ്യിലേക്ക് തിരിച്ചതിരും. എന്തിനാ തിരിച്ചതെന്നറിയോ? ഈ കുഞ്ഞ് ഈ പിറവം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിന്റെ പരിസരത്ത് വളരേണ്ടതാണ്. സ്ഥലപരിമിതികൾ ഉള്ളതുകൊണ്ട് താൽക്കാലികമായി നിങ്ങളുടെ കയ്യിലേക്ക് തന്നുവിടുന്നു. ഈ കുഞ്ഞിനെ വളർത്തി ഇവിടെ കൊണ്ടുവരണം. താൽക്കാലികമായി നിങ്ങളുടെ കയ്യിൽ തന്നുവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ ഉടമസ്ഥാവകാശമാണ്. ഓരോ കുഞ്ഞും നാളെ ഇവിടെ ചക്കയും മാങ്ങയും ഒക്കെ കൊടുക്കാൻ ലേലം വിളിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാളെ ഇവിടെ കൊണ്ട് സമർപ്പിക്കണം. കഴിയുമോ? നിങ്ങൾ അടിമ നേർച്ചയൊക്കെ നേരാൻ പോവാണ്, കൊടി നേർച്ച നേരാൻ പോവുകയാണ്.
പിടിപ്പണം നേരാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നേരാൻ കഴിയുമോ? എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, ദൈവം എനിക്ക് ദാനമായി നൽകിയ മക്കളാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട ദിനമാണ് ആദ്യവരപ്പെരുന്നാൾ. മാങ്ങയും ചക്കയൊക്കെ സമർപ്പിക്കാൻ എളുപ്പമാണ്. ദൈവസന്നിധിയിൽ ദൈവം തന്നിരിക്കുന്ന മക്കളെ സമർപ്പിക്കാൻ കഴിയണം. ഞാൻ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന സമയത്ത് എന്റെ കൂടെ ട്രീറ്റ്മെന്റിന് വന്ന ഒരാളുണ്ടായിരുന്നു. 60 വയസ്സിൽ പ്രഗ്നൻസി ഉണ്ടായിരുന്നു. 60ാമത്തെ വയസ്സ്. അതിനുശേഷം 60ാമത്തെ വയസ്സിൽ പ്രഗ്നൻസി ഉണ്ടായി, കുഞ്ഞ് ജനിച്ചു. ആ കൊച്ചിനെ വളരെ സ്നേഹത്തോടെ താലോലിച്ചു. 2ാമത്തെ വയസ്സിൽ ആ കൊച്ച് ഒരു സാധാരണ വീടായിരുന്നു, ഒരു പാവപ്പെട്ട വീടാണ്. ആ വീടിന്റെ പുറകിൽ ഒരു ബക്കറ്റിനകത്ത് വെള്ളം വെച്ചു. ആ ബക്കറ്റിനകത്ത് ഈ കുഞ്ഞ് വീട് മരിച്ചു. 60 വയസ്സിന് ശേഷം കിട്ടിയതാണ് കുഞ്ഞ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും കാത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള ദിനമാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ കരങ്ങളിൽ വഹിച്ചപ്പോൾ കൈവിടാതെ ഉപേക്ഷിക്കാതെ കരങ്ങൾ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിൽ വന്ന് സ്തോത്രം അർപ്പിക്കുന്ന ദിനമാണ്. ഇസഹാക്കിനോട് അബ്രഹാമിനോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ നീ എനിക്ക് യാഗമർപ്പിക്കണം പറഞ്ഞപ്പോൾ 100 വയസ്സിന് ശേഷം ലഭിച്ച കുഞ്ഞിനെ ഈ യാഗപീഠത്തിലേക്ക് വയ്ക്കുമ്പോൾ വേദനിച്ച് നൊമ്പരപ്പെട്ടാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ 100 വയസ്സിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ യാഗമർപ്പിച്ചാൽ 1000 കുഞ്ഞുങ്ങളെ എനിക്ക് തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഈ കുഞ്ഞിനെ ചോദിച്ചത് പറഞ്ഞ് അറുക്കാൻ വേണ്ടി കൊടുക്കുന്ന അബ്രഹാമിനെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥനാണെങ്കിൽ കൊടുക്കേണ്ടത് ദേവാലയത്തിന്റെ മുൻപിലാണ്. അവിടെ കുഞ്ഞിനെ നീ സമർപ്പിക്കണമെന്ന് ഇവിടെ ഈ ആദ്യവരം പെരുന്നാൾ ഓർമ്മിപ്പിക്കുകയാണ്. 3ാമത്തെ ഒരു കാര്യം കൂടെ, യാക്കോബിന് വർദ്ധനാരാമലേക്ക് വരുന്ന സമയം നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ 10ാമത്തെ വാക്യത്തില് യാക്കോബ് ബർശയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ പോയി. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ജീവിതത്തിൽ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട സ്നേഹിതർ കൈവിട്ടു, വീട്ടുകാർ കൈവിട്ടു, സ്വന്തം സഹോദരൻ കൈവിട്ടു. മരിക്കാൻ വേണ്ടി ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ കിടക്കുന്ന യാക്കോബിനെയാണ് കാണുന്നത്. സ്നേഹിക്കാൻ ആരുമില്ല. ഇന്ന് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. നമുക്ക് പണമുണ്ട്, സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയം. എല്ലാം ലാഭത്തിന് വേണ്ടി സ്നേഹിക്കുന്നു. നമ്മളെ മക്കളെ പോലും സ്നേഹിക്കുന്ന ലാഭത്തിനാണോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. നമ്മുടെ ഈ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഈ മാടിനെ കൊണ്ടുവരാറുണ്ട്. എന്തിനാണ് കൊണ്ടുവരുന്നറിയോ? അവിടെ 5-10 വർഷക്കാലം ഇവര് ഒരു യജമാനു വേണ്ടി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാളകളും മൃഗങ്ങളും ഒക്കെയാണ്. അതിനുശേഷം അതിന് പ്രായമാകുമ്പോൾ അതിനിനിയും ലാഭമില്ല എന്ന് വരുമ്പോൾ അതിനെ ചിലർ വാങ്ങിക്കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരും. 2 കഴുത്തും പുറത്തോട്ട് നീട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരും. നമ്മളതിനെ കശാപ്പ് ചെയ്യും. ലാഭം കിട്ടാതെ വരുമ്പോൾ അറുക്കാൻ കൊടുക്കുന്ന സംസ്കാരം, ലാഭമില്ലാതെ വരുമ്പോൾ അറുക്കാൻ കൊടുക്കുന്ന ഒരു സംസ്കാരം. സ്വന്തം അമ്മയെ, സ്വന്തം പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കളെ ഒക്കെ ലാഭം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ മുൻഭാഗത്തിരുന്നവരെ പുറകിലോട്ട് നൽകുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ സ്നേഹിക്കാൻ വേണ്ടിയുള്ള അനുഭവങ്ങളാണ് ഈ കാലഘട്ടം ഉണ്ടാകുന്നത്. മദർ തെരേസ കാലിഘട്ടിലെ അവരുടെ ആശ്രമത്തില് ഒരു ദിവസം അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വഴിയോരത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ ശരീരം മുഴുവൻ പുഴുവരിച്ച് കിടക്കുകയാണ്. ഈ സ്ത്രീയെ ആ മനുഷ്യനെ താങ്ങിയെടുത്ത്
റിക്ഷയിൽ കയറ്റി കാലിക്കട്ടിലെ ആശ്രമത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു. ഈ കൈ കൊണ്ട് ഒരു ഗ്ലൗസ് പോലും ഇടാതെ കൈകൾ കൊണ്ട് ആ പുഴുക്കളെ മുഴുവൻ എടുക്കുകയാണ്. അപ്പോൾ കണ്ടു നിന്ന് രക്ഷാക്കാരൻ ചോദിച്ചു, എങ്ങനെ ഇത് സാധിക്കുന്നു? ഉടനെ മദർ തെരേസ പറഞ്ഞു, ഞാൻ എന്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ്, എന്റെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയാണ്. ഉടനെ ആ ശുശ്രൂഷ ചെയ്ത മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു പട്ടിയെ പോലെ മരിക്കാൻ വേണ്ടി തെരുവിൽ കിടന്നതാണ്. ഇപ്പോൾ ഞാനൊരു മാലാഖയെ പോലെ ശുശ്രൂഷ ലഭിച്ച് മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ സ്നേഹിക്കാൻ ആരുമില്ല. ഞാൻ കാലം CSI ഇടവകയിലെ വികാരിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അവിടെ കഴിഞ്ഞ 60 വർഷമായിട്ട് ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട അനീഷത്തിന്റെ ബ്രദറിലോയാണ് അവന്റെ വാർഡനായിട്ട് പ്രവർത്തിക്കുന്നത്. 19 കുട്ടികൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഒരു കുട്ടി പറഞ്ഞു, അച്ഛാ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? നീ പറ. അച്ഛാ, ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എന്റെ അപ്പൻ മറ്റൊരു സ്ത്രീയുമായിട്ട് പോയി. ഞാൻ ഈ ഓണത്തിന് വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാമെന്ന് കണ്ടിരുന്നതാണ്. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മയും വേറൊരാളും കൂടെ പോയി. ഞാൻ ഇനി എവിടേക്ക് പോകും? ജീവിതത്തിൽ എങ്ങോട്ടും പോകാൻ കഴിയാതെ നിശബ്ദമായി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. സ്നേഹിക്കാൻ അർഹതയുള്ള അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സ്നേഹിക്കാൻ ഒരിടമില്ലാതെ, സ്നേഹിക്കാൻ അല്പസ്നേഹത്തിന് വേണ്ടി, കരുതലിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി ആരുമില്ലാതെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ ജാക്സൺ സാറോട്, അതായത് അനീഷ് അച്ഛൻ്റെ ബ്രദറിനോട് പറഞ്ഞു, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, 1 മണിക്കൂർ സംസാരിക്കാൻ എൻ്റെ പിതാവിന് ഒരാൾ ഒന്ന് വേണം. 1 മണിക്കൂർ സംസാരിക്കാൻ 15,000 രൂപ ഞാൻ കൊടുക്കാം. 1 മണിക്കൂർ സമയം എൻ്റെ പിതാവിനോട് സംസാരിച്ചാൽ മതി. ഓസ്ട്രേലിയയിലുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്, എൻ്റെ അപ്പനോടൊന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ വൈകല്യങ്ങൾ എങ്ങനെയാണ് നോക്കണം. നമ്മൾ കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് സംഭാഷിച്ച് ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ആചരിച്ച നമ്മൾ, ഒരാൾ പറയുകയാണ്, എന്റെ അപ്പനോട് 1 മണിക്കൂർ സംസാരിക്കുന്നതിന് 15,000 രൂപ തരാം. അല്പം സ്നേഹിക്കാൻ, അല്പം കൂട്ടായ്മ ആചരിപ്പാൻ, കൂടി നിൽക്കുവാൻ ആരുമില്ലാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, സ്നേഹിക്കാൻ ആരുമില്ലാത്ത യാക്കോബിനോട് പറയാണ്, നീ പോകുന്നിടത്ത് ഞാൻ ഉണ്ടാകും. ഹല്ലേലൂയ. നീ പോകുന്നിടത്ത് ഞാൻ ഉണ്ടാകും. നിന്റെ വിഷമഘട്ടങ്ങളിൽ, നിന്റെ പ്രതികൂലങ്ങളിൽ, നിന്റെ സന്തോഷങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ത്രികാല അനുഭവങ്ങൾക്ക് നന്ദി പറയുന്നതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നതാണ് ആദ്യവരപ്പെടുന്ന. ഭൂമിയില്ലാത്ത നമ്മൾക്ക് ഭൂമി തന്നു, മക്കളില്ലായ്മ നമുക്ക് മക്കളെ തന്നു, സ്നേഹിക്കാൻ ആരുമില്ലാതെ നമുക്ക് സ്നേഹം തന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്ന ദിനമാണ് ആദ്യവരപ്പെടുന്ന. ഇന്ന് വായിച്ച കേട്ട സുവിശേഷ വേദഭാഗത്തില്, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് ദൈവകൃപ അനുഭവിച്ച ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിധവയായിരുന്നു. ജീവിതത്തിൽ നാളെ കുറിച്ച് ഒന്നും അവർക്ക് സൂക്ഷിച്ചു വെക്കാനില്ലായിരുന്നു. ഒരു ദിവസം ദേവാലയത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു ദേവാലയത്തിന് മുന്നിലുണ്ട്. ഒരു ഭണ്ഡാരത്തിന് പാത്രം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്തോത്ര കാഴ്ച ഇട്ട് വന്നപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ ആ സ്തോത്ര കാഴ്ച ആ ഭണ്ഡാരത്തിലേക്ക് ഇട്ടു. യേശു നോക്കിയിട്ട് പറഞ്ഞ് അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് നാളെ കുറിച്ചുള്ള ചിന്തകളില്ലാതെ മാറ്റിവെച്ചത് നോക്കിയപ്പോൾ ശൂന്യമായിരുന്നു. നാളെ അവർക്ക് സമ്പാദ്യങ്ങൾ നോക്കിയപ്പോൾ ശൂന്യമായിരുന്നു. ജീവിതത്തിന്റെ മുഴുവൻ ഇട്ടിട്ട് പറഞ്ഞു, ദൈവം എന്നെ നടത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, എന്റെ ദൈവം എന്നെ പരിപാലിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, നടത്തുവാൻ മതിയായ ദൈവമാണെന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദിനമാണ് ആദ്യവരപ്പെടുന്ന.
എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയുണ്ട്. ഞാൻ മാങ്ങാനം CSI പള്ളിയിൽ അച്ഛനായിരുന്ന സമയത്ത് അവിടെ ഒരു പള്ളിപ്പണി നടക്കുകയാണ്. ആ പള്ളിപ്പണി നടക്കുന്ന സമയത്ത് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ എല്ലാ കുടുംബങ്ങളും നൽകണം. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പള്ളിയാണ്. രാത്രികളിലാണ് മുഴുവൻ ആ പള്ളി പണിതത്. അപ്പോഴാ ഒരു ദിവസത്തെ സിമെന്റ് ഞാനെന്ന് പേര് കൊടുക്കുകയാണ്. സിമെന്റ് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ അടക്കണം 165 രൂപയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ക്യാൻസർ രോഗം വന്ന് തലയിൽ ഒരു മുടി പോലും ഇല്ല, ഒരു ചെറിയ സ്കാർഫ് മാത്രമേ ഇങ്ങനെ തലയിൽ ഇട്ടിട്ടുണ്ട്. വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എങ്ങനെ പള്ളിയിൽ വരും? ഞാൻ പറഞ്ഞു, മണിയമ്മേ അറിയുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണ്, നിങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് മണിയമ്മയുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ അറിയുന്ന ഒരു ദൈവമാണ്. മണിയമ്മ നാളെ പള്ളിയിൽ പോകാം. പോകുന്ന വഴിക്ക് അവിടെ ഒരു ചിട്ടി ഫണ്ടുണ്ട്. ആ ചിട്ടി ഫണ്ടിൽ 4 പോലുള്ള ഒരു മാല, ആ മാലയുടെ പണയം വെച്ചിട്ട് 250 രൂപ എടുത്തു. രാവിലെ കൊണ്ടുവന്ന് 2 വർഷത്തെ മാസവരിയാണ്. അതിനുശേഷം ഏകദേശം ഒരു 100-125 രൂപ ഈ ഞായറാഴ്ച കവറിൽ സമർപ്പിച്ചു. ഞാനത് കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് തുലാശേഖരം കഴിഞ്ഞ് പോയപ്പോൾ പിന്നീട് വന്നപ്പോൾ ഒരു അടക്കത്തിനവിടെ വന്നപ്പോൾ ആ പള്ളി നോക്കിയപ്പോൾ ഒരു പേര് കണ്ടിട്ടുണ്ട്. പള്ളിക്ക് സംഭാവന 10,000 രൂപയിൽ കൊടുത്തവരുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തെല്ലാം തപ്പി എൻ്റെ മണിയമ്മയുടെ പേര്, താലിമാല കൊടുത്ത് ഇട്ട പണം, ജീവനം ഇട്ട പണം കൊടുത്ത മണിയമ്മയുടെ പേര് ആ പേരിനകത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഭ ചില പേരുകൾ അവിടെ ഇവിടെ കൊത്തിവെക്കും. പക്ഷെങ്കിൽ എൻ്റെ മണിയമ്മയുടെ പേര് സ്വർഗത്തിൽ ദൈവം കൊത്തിവെക്കും. നമ്മുടെ ജീവിതത്തിലോട്ടോ നമ്മുടെ ഇല്ലായ്മയിൽ നിൽക്കുമ്പോൾ ദൈവം അത് അറിയുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം നടത്തുമെന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, സകലവും തരുന്ന ഒരു ദൈവമുണ്ട്. ഭൂമി നൽകിയ ഒരു ദൈവം, സ്നേഹിക്കാൻ ആരുമില്ലാത്തവർ സ്നേഹം നൽകിയ ഒരു ദൈവം, മക്കളില്ലാത്തവർ മക്കളെ നൽകിയ ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ ഇല്ലായ്മകൾ തരുവാൻ മതിയായ ഒരു ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നാളെ ആദ്യ ഞായറാഴ്ചയായിട്ട് നിങ്ങൾ സ്തോത്രത്തോടെ നിങ്ങൾക്ക് ലഭിച്ച നന്മകൾ കൊണ്ടിടുമ്പോൾ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ വന്ന് സമർപ്പിച്ച് മുട്ടുമടക്കിട്ട് പറയണം, കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നടത്തിയ വിധങ്ങൾ എത്ര അധികമാണ്, ജീവിതത്തിൽ എന്നെ നടത്തിയ വിധങ്ങൾ എത്ര അധികമാണ്. നന്ദി പറഞ്ഞ് സ്തോത്രം കരയറ്റി വീണ്ടും സമർപ്പണത്തോടെ പോകുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കട്ടെ, ഈ ശുശ്രൂഷകളെ ഒരുക്കട്ടെ, നാളെ അവരുടെ നിലകളാക്കി തീർക്കട്ടെ. ദൈവത്തിന്റെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവങ്ങളോട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഇപ്പോൾ പിതാവായ പരിശുദ്ധാത്മാവായ നാം സർവ്വ ദൈവത്തിനുണ്ടാകുന്നതിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നിത്യവിശ്വാസപ്രമാണത്തിന്റെ വാചകങ്ങൾ ചേർന്ന് പ്രഖ്യാപിക്കുക. നിത്യവിശ്വാസപ്രമാണം. സർവശക്തനായ ആകാശത്തെയും ഭൂമിയെയും അവൻ കഷ്ടപ്പെട്ടു
നമ്മോട് സംസാരിക്കും. ജീവിതത്തിലെ ആ പുതിയ സന്ധ്യ ആരാധനയിൽ സംബന്ധിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നുള്ള അവസരത്തിനായി നമ്മയോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തലമുറകളായി ദേശത്ത് നിലനിർത്താൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. തലമുറകളോട് ഇടപെട്ട ദൈവകൃപയ്ക്കായി മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി നാം അനുഭവിച്ച എല്ലാ നന്മകൾക്കും നദിയോടുകൂടി എല്ലാവരോടുകൂടി ഇരിക്കുമാറാകട്ടെ. അപ്പോൾ നാം ശരീരമാകുന്നു, നാം എല്ലാവരും അവരെ അപ്പത്തിൽ അവസ്ഥകളാകുന്നല്ലോ. സമാധാനത്തിന്റെ അടയാളമായി പരസ്പരം വാങ്ങി നമ്മുടെ സ്നേഹത്തിന്റെ പുനർനിർമ്മാണമാണ്. നമുക്ക് അനുഗ്രഹത്തോടെ മുന്നോട്ട്
നിന്റെ അടുത്ത് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ, നിന്റെ കയ്യിൽ വാങ്ങിയത് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ കാലങ്ങളെയും നിന്റെ മൗത്തത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ വിളിക്കുന്ന ഈ അപ്പോസ്തലന്റെ ശരീരത്തിൽ കൂട്ടാകുകയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്ര ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂട്ടാകുകയുമാകട്ടെ. അപേക്ഷിക്കുന്നു. അങ്ങനെ ഒരിക്കലും എല്ലാവരും വിശ്വാസത്തിലേക്ക് പ്രാപിച്ച് ഞങ്ങളുടെ അവൻ മൂലമായവരോടുകൂടിയും പരിശുദ്ധാത്മാവിനെ സർവശക്തനായ നിരന്തര സർവ്വബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവിനെ നോക്കുകയും പഠിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയോടെയിരിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ ശരണം വേണം, ദൈവത്തിന്റെ കൃപ വേണം. ഈ വിശുദ്ധ സ്വീകരിക്കാൻ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് വരാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റുകൊള്ളുക. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ പലവിധമായുള്ള വലിയ കരുണയല്ലാതെ ഞങ്ങളുടെ സ്വന്തം രീതിയിൽ ആശ്രയിച്ചുകൊണ്ട് യോഗ്യതയോടല്ല, എന്നാൽ നീ എപ്പോഴും സ്വഭാവമുള്ള ഞങ്ങളുടെ പാപശീലങ്ങളും ആത്മാക്കളും ഇഷ്ടമുള്ളതായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശരീരത്താലും ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ അവനിലും അവൻ ഞങ്ങളിലും എപ്പോഴും വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ അവന്റെ മാംസത്തെ ഭക്ഷിക്കുകയും അവന്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ.
സത്യത്തിലൂടെയായ കർത്താവായ യേശുമിശിഹായുടെ രക്തം വിശ്വാസത്തോടെ തിരുമേശയെ കെട്ടുകയും രാഷ്ട്രീയത്തെ ആശീർവാദം മാത്രം ഉണ്ടായിരുന്നു.
പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സർവ്വസമനാമേ, നിന്റെ വാത്സല്യപൂർണ്ണതയുള്ള യേശുവേ, ഞങ്ങൾക്ക് നന്നായി നീ സ്വീകരിക്കുന്നു. അവനുമായി ദൈവം വ്യക്തമാകണം. ആത്മീയഹാരങ്ങളെ ആഘോഷിച്ച് ഞങ്ങളെല്ലാവരും സമാധാനം ദൈവത്തിനുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഉത്തരവും പരിശുദ്ധമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാരാധനയുടെ
ഒരു വർഷക്കാലത്തിന് അതിശയമായ ഞങ്ങൾ സ്നേഹിച്ചു ഞങ്ങളെ കരുതി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളെ ബലപ്പെട്ട് നിർത്തി ദൈവവിളിക്കായി നാളെ ഞങ്ങൾ ആദ്യം നാളായിട്ട് ഒരുമിച്ച് വീണ്ടും ഒരുമിച്ചുള്ളവരെയും ദർശനത്തിൻ്റെ ഭാഗമാക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടക്കി പോകും സ്ഥാനത്തുണ്ടാകണമേ. ഞങ്ങളോട് എപ്പോഴും ഉണ്ടാകുന്നതിൽ ഞങ്ങളെ വിട്ടുപോകരുത്. സ്ഥാനത്തിൽ കൂടെ നിൽക്കണമേ. എല്ലാ നവകാലങ്ങളും കൂടെ സമാധാനത്തോടെ